ആള് മരിച്ചു പോകാൻ വരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ നേഴ്സിൻ്റെ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ജസ്ന സലീം എന്ന വ്യക്തിയെ സുപരിചിതമായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഭഗവാൻ കൃഷ്ണനെ സോഷ്യൽ മീഡിയയിലൂടെ വിറ്റ് കാശുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുക, എന്നിട്ട് മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയും ഓൺലൈൻ മീഡിയ ചാനലുകൾ വഴിയും ഒക്കെ ഇങ്ങനെ കത്തിക്കയറി നാട്ടുകാരുടെ തെറിവിളി മേടിച്ചു കൂട്ടി റീച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ പറയണം. അത് എടുത്തു പറയുന്നത് ആ മതത്തെ കളിയാക്കാനല്ല, ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഈ സ്ത്രീയെ ഞാൻ എടുത്ത് ആ ഒരു മതം പറയാനുള്ളൊരു കാരണം, ഏറ്റവും കൂടുതൽ ഈ സ്ത്രീയെ തെറി പറയുന്നത് ആ മതത്തിലുള്ളവരാണ്. കാരണം ഇവരുടെ കയ്യിരിപ്പ്, മനസ്സിലായില്ലേ? ഭഗവാൻ കൃഷ്ണന്റെ പടം വിറ്റ് അല്ലെങ്കിൽ പടം വരച്ചത് വിറ്റ് ജീവിച്ചോട്ടെ, നമുക്ക് മനസ്സിലാവും ഉപജീവന മാർഗം. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയൊക്കെ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തികൾ. അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ പുറത്തുള്ള ഒരു വിഗ്രഹത്തിൽ കൊണ്ടുവന്ന് മാലയിടുക, അങ്ങനെയുള്ള പല പരിപാടികൾ ചെയ്ത് നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിച്ച, നാട്ടുകാരുടെ തെറിവിളി സമ്പാദിച്ച ജസ്ന സലീം കുറച്ചായിട്ട് വലിയ റീച്ചൊന്നുമില്ല. എവിടെ പോയിന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ആലോചിച്ചതേ ഉള്ളൂ. പിന്നെ ഇവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇവരുടെ സ്ഥിരം വ്യൂവർ ഒന്നും അല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടതാണല്ലോ എന്ന് ഈ അടുത്തും കൂടെ ചിന്തിച്ചതേ ഉള്ളൂ. ഇപ്പോൾ പുതിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ആശുപത്രിയിൽ പോയി അവരെന്തോ കുത്തിവെച്ചതൊക്കെ വലിയ പ്രശ്നമായി, കാലനക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വീഡിയോകളൊക്കെ ഇങ്ങനെ തുരുതുര. ചേച്ചിയും പിന്നെ ചേച്ചിയുടെ കൂടെ ഏതോ ഒരുത്തനുണ്ടേ, ഏതവനാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അവൻ ആരും ആയിക്കോട്ടെ, അവൻ ആരാണ്, അതെൻ്റെ ഇറ്റ് ഡസിൻ ബോതേർഡ് മീ. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവൻ ഏതവനെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇവർ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾ അതിനെ എടുത്തു വെച്ച് ഒന്ന് ആട്ടണമെന്ന് എനിക്ക് തോന്നി. സോ ദിസ് ഈസ് എ ആട്ടൽ വീഡിയോ. ഓക്കെ, എല്ലാവരും അത് മനസ്സിലാക്കി മാത്രം കാണാനിരുന്നാൽ മതി. ഞാൻ ആരെയും ഈ വീഡിയോ കാണാൻ നിർബന്ധിക്കില്ല. കാരണം ഇത് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണെന്നൊന്നും എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഊന്നി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു സ്ത്രീ അവർ വന്നിട്ട് നാട്ടുകാരെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു, അതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. പിടികിട്ടിയില്ലേ? പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. ധൈര്യമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ജസ്ന സലീമിനോട് പറയാനുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കടേ. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യണം കേട്ടോ, ക്ലിക്ക് ചെയ്യാതെ പോകല്ലേ. ഇനി നമുക്ക് ജസ്ന സലീമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് പോയാലോ? കാരണം അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ചാനൽ, കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഫസ്റ്റ് വീഡിയോ ഒരു 33 മിനിറ്റ്, ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് 33 മിനിറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ നിശംശയിപ്പിച്ചതിന് മാപ്പ് ചോദിക്കുന്ന, എന്താണിത്? ജസ്ന സലീമിനെ മലപ്പുറം കൊള്ളാൻ നോക്കി മരണാനന്തര ചടങ്ങ് ഇപ്പോഴാണെന്ന് ചോദിക്കുന്നവർക്ക്, എപ്പോഴാണെന്ന് ചോദിക്കുന്നവർക്ക്, ഇപ്പോഴാണെന്ന് ചോദിക്കുന്നവർക്കെന്നാ ചേച്ചി എഴുതാനും അറിയാൻ പാടില്ലേ? ജസ്ന സലീം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ജസ്ന സലീം മരണത്തോട് മല്ലടിക്കുന്നു, അരുണിന്റെ സ്നേഹം കണ്ടോ, ആരും കണ്ണ് വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിന് തൊട്ട് മുമ്പ് ഇതെല്ലാം ഒരു ദിവസത്തിന്റെ ഇടയ്ക്ക് തന്നെ ഇട്ടേക്കുവാ കേട്ടോ ഈ ചേച്ചി. ആദ്യം പുറത്തെവിടെ വരുന്ന ചായ കുടിക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ്, ഞാനത് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ നേരത്തെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നേ, അത് കാണിക്കാനൊന്നും ഇല്ലടേ. ഇവരെവിടെ രാത്രി ചായ കുടിക്കാൻ പോയിട്ട് ആ വീഡിയോ എടുത്തിട്ടേക്കുക. അതിനുശേഷം മണിക്കൂറുകൾക്ക് ഇപ്പുറമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വയ്യാതെ കിടക്കുന്ന ഒരു വീഡിയോ, നമുക്ക് അതൊന്ന് കണ്ടു തുടങ്ങിയാലോ? അവിടുന്ന് പിടിക്കാം നമുക്ക്. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട് എന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക, അത്രയും എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കിടപ്പാണോ ചേട്ടാ ഞങ്ങളാ കാണുന്നത്? അല്ല ഇങ്ങനെയാണോ ശരിക്കും മരണത്തോട് മല്ലടിച്ച് കിടക്കാറുള്ളത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ആശുപത്രിയിലൊക്കെ മരണത്തോട് മല്ലടിച്ച് ഒരാൾ കിടക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവർക്ക് ഓക്സിജൻ മാസ്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും.
അല്ലാതെ എവിടെയോ ഏതോ ഒരു റൂമിൽ ഏതോ ഒരു ബെഡിൽ ഇങ്ങനെ കിടത്തുമെന്ന് എനിക്ക് തോന്നത്തില്ല. ഇങ്ങനെ അങ്ങോട്ട്, പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കണ്ടല്ലേ ഇപ്പൊ ഈ കിടക്കുന്നത്. അത്രയും വയ്യാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാളെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇങ്ങനെ ആയിരിക്കുമോ കിടത്തുന്നത്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെ ഇത് ജസ്ന സലീമിനെ പറ്റി ആണല്ലോ കൂടുതൽ ആൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കൂടുതൽ നമുക്കൊക്കെ സംശയം തോന്നും ചേട്ടാ. സർക്കാർ ആശുപത്രി ചെന്നപ്പോഴും കണ്ട് അവര് പറഞ്ഞെന്ന് മരണത്തോട് മല്ലടിച്ച് ഇരിക്കുവാന്ന്. എന്നിട്ട് ഇവിടെ കൊണ്ട് കിടത്തി. എന്നിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആള് ദേ വെറുതെ നൈസായിട്ട് ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കാലിന് എന്തോ പറ്റിയെന്നൊക്കെയാ പറയുന്നത്. കാണിച്ചതായെന്നാ? കാലിന് മന്ത് പോലെ ആയതോ അതൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇച്ചിരിയെങ്കിലും കുറച്ച് കാണിച്ചാൽ മതി, ഒരുപാടൊന്നും കാണിക്കണ്ട. എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇനി ഏതെങ്കിലും വീഡിയോയിൽ? എനിക്ക് അറിയത്തില്ല, നമുക്ക് കണ്ടു നോക്കാം. കാല് വീങ്ങി വരിക. ആ ഒരു കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് വിട്ടതും. എടേ, കാലെന്തോ മന്ത് പോലെ ആയെന്നല്ലേ നീ പറഞ്ഞത്? ഈ കാലിന്റെ ഭാഗത്തോട്ട് താഴത്തേക്ക് പോകുമ്പോ നീ എന്താ പെട്ടെന്ന് ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് മേപ്പോട്ട് വലിക്കുന്നേ? ഒന്ന് കാണിച്ചതാ. പിന്നെ ആരോ ചികിത്സ വഹിച്ചോളാന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഇവര് പറയുന്ന എന്തോ കേസ് കൊടുത്തു എന്ന് പറയുന്നു. ബാക്കി കേൾക്കാം. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തരികിട ഫീലടേ. പ്രത്യേകിച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ മറ്റേത്? ഇതിങ്ങനെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ട, ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മേപ്പോട്ട് ഇങ്ങനെ മണിക്കൂറുകളുടെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഈ സ്ത്രീ വീട്ടിലെങ്ങാണ്ട് വന്ന് കിടക്കുന്ന വീഡിയോയും ഉണ്ട്. അപ്പം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരാൾ ആശുപത്രിയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരുവാ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കുറച്ചുകൂടെ നമുക്കൊന്ന് കാണാം. ശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ടൊരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ. മതി കേട്ടാ. കാരണം എന്തോ പണി കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാലിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് മന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇങ്ങനെയൊന്നും അല്ല ചേട്ടാ മന്തിരിക്കുന്നത്. ഇത് കാലിനെന്തോ നീരെങ്ങാണ്ട് അടിച്ചതാണല്ലോ. അല്ല, എനിക്കങ്ങനെയാ തോന്നുന്നത്. കാലിനെന്തോ നീരടിച്ചിരിക്കുന്നതാണൊക്കെ തോന്നുന്നത്. ഒന്ന് സ്പീഡിലൊന്ന് ഓടിച്ചു നോക്കട്ടെ. കണ്ട, എന്തോ നീര് 2 കാലയിലും കണ്ട നീരാണിത്. ഇത് എന്തോ ഇഞ്ചക്ഷൻ എങ്ങാണ്ട് എടുത്തപ്പോഴത്തേക്ക് എന്തോ പണി കിട്ടി. ചിലർക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ തൊലിപ്പുറത്തൊക്കെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കും. പക്ഷെ അങ്ങനെ വല്ലതും ചെയ്തതാണോ നമുക്ക് അറിയത്തില്ല. ശരിക്കും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും തെളിയണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇടുന്ന വീഡിയോകളാണ്. ഈ വീഡിയോ ഇട്ട് ഇത് ഒരു ദിവസം മുമ്പ് ഇട്ട വീഡിയോ, അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടുത്ത വീഡിയോ. ഈ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തോ മരണത്തോട് മള്ളെടുത്ത് കിടക്കുന്ന ആളെങ്ങനെ അതെ കുറച്ച് മണിക്കൂറുകൾക്കപ്പുറം വീട്ടിൽ കിടക്കുന്ന അടുത്ത വീഡിയോ നോക്കിക്കോണേ. ഹായ് ഗൈസ്, ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നേരം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് നോട്ടം പോകാനുള്ളതുകൊണ്ട് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് ചെയ്ത് ഡിസ്ചാർജ് ആയി പോയതാണ്. നമുക്ക് ആർക്കും വരുന്നൊരു അവസ്ഥ. ആശുപത്രിയിൽ നിൽക്കാൻ പറഞ്ഞതാ, പക്ഷെ സമയമില്ല.
എനിക്ക് ഓട്ടം ഉണ്ട്, അതുകൊണ്ട് സമയമില്ല, അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാ അല്ലേ? മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളെ എടാ എങ്ങനെ നിന്നെയൊക്കെ വിശ്വസിക്കും? അത്ര ചോദിക്കാനുള്ളൂ. എങ്ങനെ നിന്നെയൊക്കെ വിശ്വസിക്കും? അവന് സമയമില്ല, അവന് ഓട്ടം ഉള്ളതുകൊണ്ട് ഓട്ടം ഉള്ളത് കൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളെ ആശുപത്രിയിൽ നിന്ന് അവൻ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ട് കിടത്തി. അല്ല ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ മോനെ വിശ്വസിക്കാനായിട്ട്. ബാക്കി കേൾക്കാം നമുക്ക്. ഇതാണിത്, ഞാൻ അവളെ കാണിച്ചില്ല, അവള് എനിക്കില്ല. ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നലെ എനിക്കിന്ന് പോകാനുള്ളത്, ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാ. ഇത് ശ്വാസം മുട്ടെങ്ങാനും പെട്ടെന്ന് വരികയാണെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഓട്ടം പോകാനുള്ളതിനെ കൊണ്ട് ഞാനങ്ങ് പോരുകയും ചെയ്തു. എന്താ ഇതാ നോക്ക്, വേദന ഉണ്ടോ? കാൽക്ക് വേദന ഉണ്ടോ? അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ഒരു സംഭവം, അതായത് ഇനിയും ആയിരിക്കും വന്നു കഴിഞ്ഞാൽ, അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് പല പ്രശ്നം വരും. ശ്വാസം മുട്ട്, ഇതിനെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, പനി, പിന്നെ ആൾ മരിച്ചു പോകാൻ വരെ ചാൻസുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ നേഴ്സിൻ്റെ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നത് പോയില്ല. അവർക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവള് ഒന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ ഒന്ന് കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ അവിടെ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാല് ആ ഒരു രൂപത്തിലാവും. പിന്നെ നടക്കാനോ എന്തിന് നിൽക്കാൻ പോലും ആവില്ല. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ കാല് മുറിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പ് വരുമോ ഒന്നും അറിയില്ല. കാരണം അത് പറ്റിയതിന് ശേഷം ഇത്രയും എടാ നീ എന്തൊക്കെയാടാ മോനെ ഈ പറയുന്നത്? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? മുറിക്കേണ്ട വരുമോന്നൊക്കെ ഈസി ആയിട്ടെങ്ങാണ്ട് തലമുടി മുറിച്ച് കളയുന്ന കണക്കാണ് നീ ഇരുന്നോണ്ട് ഈ പറയുന്നത്. നീ പറയുന്നത് എന്താ? നിനക്ക് വല്ല അല്ല, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഇങ്ങനെയുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. മനസ്സിലായോ? ആരോഗ്യ വകുപ്പിനെ കറക്റ്റായിട്ട് അറിയിക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ട് ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇതെന്തോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നിന്നെയൊക്കെ വിശ്വസിക്കും? നിന്നെയൊക്കെ? ഒന്നാമത്തെ കാര്യം എന്താ, ഒരു ദിവസം 1 day ago ആണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത്. ഒരു ദിവസം മുമ്പ് ഇവരെവിടെയോ പോകുന്നതും രാത്രി ചായ കുടിക്കാൻ പോകുന്നുള്ള വീഡിയോ, അതിനുശേഷം അന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അതോ മണിക്കൂറുകൾക്ക് ഇപ്പുറം എന്താ അവർക്ക് വയ്യ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് ഓട്ടത്തിന് പോകണം, അതുകൊണ്ട് ഞാൻ ഭാര്യയെ വീട്ടിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സഹോദര, നിങ്ങളുടെ ഈ പരിപാടികൾ കാണുമ്പോൾ. അതിനുശേഷം അടുത്തൊരു മരണാനന്തര ചടങ്ങ് ഇപ്പോഴാണെന്ന് ആരൊക്കെയോ കമൻറ്റ് ബോക്സിലൊന്നും നെഗറ്റീവാണ് കംപ്ലീറ്റ്ലി. കാരണം ഇവരെ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? ഒരാളും വിശ്വസിക്കത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഇവർ 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെയൊക്കെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ആർക്കും താല്പര്യം കാണത്തില്ല. എന്നാലും ലവൻ എന്തോ പറയുന്നുണ്ട്. ജസ്ന സലീമിൻ്റെ എനിക്ക് വയ്യ കേൾക്കാൻ, എനിക്ക് വയ്യ. അതുകൊണ്ട് ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ്, ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കമൻറ്റ്സ് ഞാൻ അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ നെഗറ്റീവാണ് പറഞ്ഞത്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു, പിന്നെ നീ അവള് എന്താ പറയുക സുഖലാണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ പോകണമെന്നൊക്കെ. മതി, ഞാൻ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. ഒന്നാമത് കരണ്ടും പോയി, ഇവിടെ ഇരുട്ടത്തായിരിക്കും സാധനം, വെട്ടം കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തുകയാണ്. കണ്ടല്ലോ, ആളുകൾ മൊത്തം നെഗറ്റീവാണ്. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് തീരെ വയ്യാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓട്ടത്തിന് എന്തിനു പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്രയൊന്നും ചോദിക്കുന്നില്ല. ഓട്ടത്തിന് പോയതൊക്കെ നിന്റെ ഇഷ്ടം, കാശ് വേണം, വിട്. പക്ഷെ മരണത്തോട് മല്ലടിക്കുന്ന ഒരാളെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടിരുന്നത്, അത് സമ്മതിക്കണം ചേട്ടാ. എന്താണെങ്കിലും കേട്ടോ, സമ്മതിച്ചേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, പോണു. പ്രിയപ്പെട്ടവരെ, എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിടികിട്ടിയോ? മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. പക്ഷെ ഇവർ പറയുന്നതൊക്കെ സത്യമാണോ, എല്ലാം അങ്ങ് സത്യമാണോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിലൊരു ഉഡായിപ്പ് ഫീല്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ.
അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.